ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് പോകുന്നത് പേൾ ഖത്തറിലേക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പേൾ ഖത്തറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു മാൻമെയ്ഡ് ഐലൻഡാണ്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻ്റ് ആണിത്. അതുമാത്രമല്ല, കരയിൽ നിന്ന് 350 മീറ്റർ അകലെയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ചുറ്റളവ് വരുന്നത് 4 മില്യൺ സ്ക്വയർ മീറ്റർ ആണ്, അതായത് 4000 കിലോമീറ്റർ. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പോർട്ട് അറേബ്യയിലാണ്. പേൾ ഖത്തറിൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടേക്കുള്ള ഈ എൻട്രൻസിൽ തന്നെ നമുക്ക് ലക്ഷറിയസ് ആയിട്ടുള്ള കാർ ഷോറൂംസ് കാണാം. അതുപോലെ തന്നെ ഇവിടെ നിറയെ ഫ്ലവേഴ്സും ലൈറ്റ്സും ഒക്കെ വെച്ച് വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. കൊറോണ ഒക്കെ ആയതുകൊണ്ട് തന്നെ ചെക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറാണ്. ലക്ഷറിയസ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സും റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ഒരുപാട് ഷോപ്സും ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ബോട്ട്സ് കാണാൻ സാധിക്കും. നമ്മൾ പാർക്കിങ്ങിലൊക്കെ കാറ് നിർത്തിയിട്ടുള്ള പോലെയാണ് ഇവിടെ ബോട്ട് വെള്ളത്തിൽ നിർത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണിത്. ചുറ്റിലും ഇതുപോലെ ഒരുപാട് ബിൽഡിങ്സും അതിൻ്റെ ലൈറ്റ്സും ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിന് റെസിഡൻഷ്യൽ ഓണർഷിപ്പ് എടുക്കാൻ പറ്റുമെന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ബോട്ടെല്ലാം റെൻറ്റിന് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിങ്ങും അവൈലബിൾ ആണ്. ഇവിടെ നാനോ തിയേറ്റർ ഉണ്ട്.
പിന്നെ ഈ കാണുന്നതാണ് യാസ്മിൻ പാലസ്. ഇത് വലിയൊരു റെസ്റ്റോറൻ്റ് ആണ്. പേൾ ഖത്തറിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. പാർട്ട് 2-ൽ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പേൾ ഖത്തറിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്